തൃശ്ശൂർ ഒരുപാട് ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് സുരേഷ് ഗോപി തൃശ്ശൂർ എത്തിയിരുന്നു. മാധ്യമങ്ങൾ പിന്നാലെ നടന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഒന്നിനും സുരേഷ് ഗോപി മറുപടി പറഞ്ഞില്ല. ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി എന്നൊരു മറുപടി മാത്രമാണ് സുരേഷ് ഗോപി പറഞ്ഞത്. സുരേഷ് ഗോപിയുടെ ഭാര്യയുടെയും സഹോദരന്റെ ഒക്കെ പേരിൽ വലിയ ആരോപണങ്ങൾ ഇന്ന് നിലനിൽക്കുമ്പോഴും സുരേഷ് ഗോപി മൗനം പാലിക്കുകയാണ്. ഏതാണ്ട് ഒരു മാസത്തിന് ശേഷമാണ് സുരേഷ് ഗോപി കേരളത്തിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഇടയ്ക്ക് കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട ഛത്തീസ്ഗഡിലെ അറസ്റ്റും തുടർന്നുള്ള വലിയ നാടകീയമായ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പോലും സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള MP ആയിട്ടും കേന്ദ്ര സഹമന്ത്രി പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ടും അദ്ദേഹം ആ വിഷയത്തിലൊന്നും പ്രതികരിച്ചില്ല. അദ്ദേഹത്തെ കണ്ടതേയില്ല. ഏറ്റവും ഒടുവിൽ ഈ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ തന്നെ വലിയൊരു ആറ്റം ബോംബ് എന്ന നിലയിൽ അഴിച്ചുവിട്ട വോട്ടർ പട്ടികയിലെ ക്രമക്കേട്, അതിന്റെ ആദ്യ പ്രതിഫലനം ഉണ്ടായ ഒരു മണ്ഡലങ്ങളിലൊന്ന് കേരളത്തിലാണ്. കേരളത്തിലെ മണ്ഡലം എന്ന് പറഞ്ഞാൽ തൃശ്ശൂരാണ്. അത് കേരള രാഷ്ട്രീയത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് BJP ഒരു MP ലോക്സഭാ MP-യെ സൃഷ്ടിച്ചെടുത്ത ഒരു മണ്ഡലമാണ്. ഇപ്പൊ നമുക്ക് അങ്ങനെ പറയേണ്ടി വരും, സൃഷ്ടിച്ചെടുത്ത ഒരു മണ്ഡലം എന്നാണ് നമുക്ക് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ആരോപണങ്ങളിലൊക്കെ തന്നെ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സഹമന്ത്രി പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഈ നിലവിൽ ഉള്ള ആരോപണങ്ങളിലൊന്നും തന്നെ യാതൊരു പ്രതികരണവും ഇതുവരെ നടത്തിയിട്ടില്ല. ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നോക്കുകയാണെങ്കിൽ ആ മണ്ഡലത്തിലെ വെറുമൊരു ആരോപണം മാത്രമല്ല, ആ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അവിടെ നിന്ന് ജയിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ സുരേഷ് ഗോപിക്കെതിരെ വ്യക്തിപരമായിട്ട് കൂടി ആരോപണങ്ങൾ ഉണ്ട്. കോൺഗ്രസും ഒപ്പം തന്നെ ഇടതുപക്ഷവും എല്ലാം ആ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിന് ഓരോ തെളിവുകൾ ദിവസവും പുറത്തു വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ 11 പേർക്കെങ്ങാണ്ട് ഒരു വീട്ടഡ്രസ്സിൽ വോട്ടർ പട്ടികയിൽ അവർ 11 പേർ ഉണ്ടായിരുന്നു എന്നൊരു തെളിവ് വന്നു. ഏറ്റവും ഒടുവിൽ AICC അംഗം കൂടിയായ അനിൽ അക്കര സുരേഷ് ഗോപിയുടെ സഹോദരനും കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അത് പറയുന്നത് അദ്ദേഹത്തിന്റെ സഹോദരനും ഭാര്യയ്ക്കും 2 വോട്ടർ ID കാർഡുകൾ ഉണ്ട് എന്നുള്ളതാണ്. രണ്ടിടത്ത് വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്നതല്ല, 2 വോട്ടർ ID കാർഡുകൾ കൈവശം വെക്കുന്നു എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ്. അദ്ദേഹം കൊല്ലത്താണ് താമസിക്കുന്നത്. കൊല്ലത്ത് അദ്ദേഹം ഇരവിപുരം നിയമസഭാ മണ്ഡലത്തിലാണ് ഉള്ളത്. അവിടെ അദ്ദേഹത്തിനും ഭാര്യയ്ക്കും വോട്ടർ ID കാർഡുണ്ട്. ആ വോട്ടർ ID കാർഡിലെ നമ്പരും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വരുമ്പോൾ അവിടെ അദ്ദേഹം വോട്ടർ പട്ടികയിലുണ്ട്. അവിടെ ലഭിച്ചിരിക്കുന്ന വോട്ടർ ID കാർഡിന്റെ നമ്പർ തമ്മിൽ വ്യത്യസ്തമാണ്. അങ്ങനെ 2 വോട്ടർ ID കാർഡുകൾ കൈവശം വെക്കുന്നു എന്ന് പറയുന്ന വളരെ വിചിത്രമായ നിയമവിരുദ്ധമായ പ്രവണത അദ്ദേഹം നടത്തുന്നുണ്ട്. അത്തരമൊരു ഗുരുതരമായ ആരോപണം വരുന്നു. അങ്ങനെ ഈ സുരേഷ് ഗോപിയെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ വന്നിട്ട് അദ്ദേഹം അതിനുശേഷം അത് കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ന് അദ്ദേഹം പാർലമെന്റ് സമ്മേളനത്തിന്റെ ഒരു താൽക്കാലിക ഇടവേള സമയത്ത് അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത്. തിരുവനന്തപുരത്ത് എത്തിയ അദ്ദേഹത്തോട് മാധ്യമങ്ങൾ പ്രതികരണം അറിഞ്ഞു. അദ്ദേഹം ഒന്നും മിണ്ടാതെ നമ്മൾ കണ്ടതാണ്. സിനിമാ സ്റ്റിൽ അദ്ദേഹം നടന്ന് പോകുന്നു. പിന്നീട് അവിടുന്ന് ട്രെയിൻ കയറി തൃശ്ശൂരിൽ എത്തുമ്പോൾ അദ്ദേഹത്തെ ആഘോഷപൂർവ്വം വരവേൽക്കാനായിട്ട് BJP പ്രവർത്തകരൊക്കെ തന്നെയുണ്ട്. അദ്ദേഹം ആ ആരവത്തിലൊക്കെ ചെണ്ടമേളമൊക്കെ ആസ്വദിച്ച് നമ്മൾ തൃശ്ശൂർ പൂരമൊക്കെ ആസ്വദിക്കുന്ന തരത്തിലാണ് അദ്ദേഹം ആ മേളവുമെല്ലാം ആസ്വദിച്ച് അദ്ദേഹം വരുന്നത്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെയൊക്കെ തന്നെ അവഗണിച്ച് മുന്നോട്ട് പോകുന്നു. പിന്നീട് അദ്ദേഹം ഇന്നലെ സംഘർഷമുണ്ടായതിനെ തുടർന്ന് പരിക്ക് പറ്റി ചികിത്സയിൽ കഴിയുന്ന BJP-യുടെ നേതാക്കൾ അവരെ കാണാനായിട്ട് ആശുപത്രിയിൽ പോകുന്നു. അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സമയത്താണ് അദ്ദേഹം മാധ്യമങ്ങളുടെ എന്തെങ്കിലും ഒന്നും ഒഴിഞ്ഞത്. അദ്ദേഹം പറയും ഇതുവരെ ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി എന്ന് പറയുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല. മാധ്യമങ്ങളെ പരിഹസിച്ചതായിരിക്കാം അദ്ദേഹം, അതാണ് സാധ്യത. അങ്ങനെ അദ്ദേഹം പോവുകയാണ് ചെയ്തത്. അത് എന്തായാലും സുരേഷ് ഗോപിയെ പോലെ ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ചേർന്ന കാര്യമല്ല. അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. ഒരു പൊതുവായ വിഷയം എന്നതിൽ മാറ്റി നിർത്തിയാൽ പോലും അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങൾ, വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങളെ അഡ്രസ് ചെയ്യേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ ആ ഉത്തരവാദിത്വം അദ്ദേഹം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ ഈ എന്താ പറയുക, നടനും രാഷ്ട്രീയക്കാരനും എല്ലാം കൂടി ചേർന്നുള്ള ഒരു ഹാലോയിൽ അദ്ദേഹം ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾക്ക്, വിമർശനങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയേണ്ട ബാധ്യസ്ഥത അദ്ദേഹത്തിനുണ്ട്. എത്ര നാൾ ഇങ്ങനെ മറുപടി പറയാതെ നടക്കാനാകും? അതാണ്, എത്ര നാൾ അദ്ദേഹം പോകുമെന്നാണ് നമ്മളെല്ലാവരും നോക്കുന്നത്. നോക്കൂ, ഇപ്പോൾ ഛത്തീസ്ഗഡിലെ വിഷയത്തിൽ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു MP ആണ്. അദ്ദേഹം കേന്ദ്ര മന്ത്രി കൂടിയാണ്. വലിയ രീതിയിൽ പ്രശ്നമുണ്ടായിട്ട് പോലും അദ്ദേഹത്തെ ഇവിടെ കാണാനേ ഇല്ലായിരുന്നു. ഇന്ന് അദ്ദേഹം തൃശ്ശൂരിലെത്തിയപ്പോൾ പ്രീതി മേരി എന്ന് പറയുന്ന കന്യാസ്ത്രീയുടെ വീട്ടിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്നുണ്ട്. അദ്ദേഹം പോകുന്നു. അദ്ദേഹം ആ സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജ് നോക്കിയാൽ നമുക്കറിയാം അദ്ദേഹം ഒരു നടനാണ്, നടിക്കുകയാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം ഈ ഓർത്തഡോക്സ് സഭയുടെ തൃശ്ശൂർ ഭദ്രാസനാധിപനായ മിലിത്തിയോസ്
യുഹാനോൻ മാർ മിലിത്തിയോസ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ട് ഒരു നടൻ അദ്ദേഹത്തെ കാണുന്നില്ല. അദ്ദേഹം അതെ അദ്ദേഹം പറഞ്ഞ സത്യമാണ്. ഞങ്ങൾ തെരഞ്ഞെടുത്തിട്ട് ഒരു നടൻ, അദ്ദേഹം നല്ലൊരു നടനാണ്, അദ്ദേഹം ഒരു MP-യിലേക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലേക്കോ അദ്ദേഹം വളരുന്നില്ല എന്ന് പറയുന്ന ഒരു വലിയൊരു പോരായ്മ സുരേഷ് ഗോപിക്കുണ്ട്. അദ്ദേഹം ഇങ്ങനെ എന്താ പറയുക, ഓരോ സീനുകൾ കണ്ടാൽ അദ്ദേഹം സിനിമയിലൊക്കെ ഇങ്ങനെ നടന്നു പോകുന്ന പോലെ നടന്നു പോകുന്നു. ആ ഒരു നടൻ എന്നുള്ള രീതിയിൽ താൻ രാഷ്ട്രീയത്തിൽ അഭിനയിക്കുകയാണെന്ന് തോന്നുന്ന തരത്തിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. കന്യാസ്ത്രീയുടെ വീട്ടിൽ പോയപ്പോഴും സമാനമായ രീതിയിൽ തന്നെയാണ്. അത്തരത്തിലുള്ള ഈ പൊടിക്കൈയിലൂടെയൊക്കെ തന്നെ ആൾക്കാരെ കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെ എത്ര നാൾ പോകാൻ കഴിയും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരും. അടുത്ത 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോഴൊക്കെ ഈ പറയുന്ന അഭിനയവും നടന ചാതുരിയും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ സഹായിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇപ്പൊ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പാർട്ടി ചിഹ്നത്തിൽ നിന്ന് മത്സരിച്ച വ്യക്തി മാത്രമാണ്, അദ്ദേഹം പ്രതികരിക്കേണ്ട കാര്യമില്ല. ഒരു MP എന്ന നിലയ്ക്ക് അദ്ദേഹം പ്രതികരിക്കേണ്ടത്. അപ്പൊ സുരേന്ദ്രൻ പറയുന്നത് നമുക്ക് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് അല്ലല്ലോ. ഇല്ല, സുരേന്ദ്രൻ പറയുന്നത് പലപ്പോഴും നമുക്കറിയാമല്ലോ. സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് തന്നെ കേരളത്തിലെ ജനങ്ങൾക്കൊരു ഹാസ്യതാരമായിരുന്നു, പരിഹാസ കഥാപാത്രമായിരുന്നു അദ്ദേഹം. തൊടുന്നു പിടിക്കുന്നവരെല്ലാം അദ്ദേഹം വിവരക്കേടായിരിക്കും. സ്വാതന്ത്ര്യ ദിനാഘോഷ ദിനത്തിൽ അദ്ദേഹം പതാക ഉയർത്തി തലകീഴായിട്ട് പാർട്ടി ആസ്ഥാനത്ത് പതാക ഉയർത്തിയ തലകീഴായിട്ട് പതാക ഉയർത്തിയ സംഭവം പോലുണ്ട്. അങ്ങനെ തൊടുന്നതും പിടിക്കുന്നതുമെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ ഒരു ട്രോൾ മെറ്റീരിയലാക്കി മാറ്റാവുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ സുരേഷ് ഗോപി പ്രതികരിക്കേണ്ട എന്നൊക്കെയുള്ള എന്താണ് അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ചോദിക്കുന്നത് ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ 60,000 വോട്ടുകൾ കള്ളവോട്ടുകൾ ചേർത്തു എന്നാണല്ലോ ഇപ്പോൾ BJP-യും അല്ലെ CPM-ഉം കോൺഗ്രസും ഒക്കെ ആരോപിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ എവിടെയായിരുന്നു? ഇത്രയും വോട്ടുകൾ ചേർക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ എവിടെയായിരുന്നു? നിങ്ങൾക്ക് അതൊന്നും കണ്ടുപിടിക്കാൻ കഴിയത്തില്ലെങ്കിൽ നിങ്ങൾ പോയി തൂങ്ങിച്ചാകൂ എന്നാണ് പറയുന്നത്. വിചിത്രമായ വാദം എന്ന് മാത്രമല്ല, പല കാരണങ്ങൾ കൊണ്ട് വിചിത്രമാണ്. എന്ന് പറഞ്ഞാല് ഈ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി സമാനമായ ആരോപണം ഉന്നയിച്ച് നേരത്തെ ഈ മഞ്ചേശ്വരത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ അദ്ദേഹം കോടതി കയറിയ ഒരു വ്യക്തിയാണ്. അവിടെ കള്ളവോട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി കയറി നിയമപോരാട്ടം നടത്തിയ അവസാനം അദ്ദേഹം വീണ്ടും തോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തെരഞ്ഞെടുപ്പിലും തോറ്റു. അദ്ദേഹം പിന്നീട് കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ വീണ്ടും അത് കോടതിയുടെ ഉത്തരവ് പ്രകാരം എണ്ണിയപ്പോൾ വീണ്ടും അദ്ദേഹം തോക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം ഈ രീതിയിൽ കള്ളവോട്ട് ഉണ്ടെന്നുള്ള ആരോപണം, ഇപ്പോൾ നിലവിൽ ഉയരുന്ന ആരോപണം, അതിന്റെ ഒരു ഗുണഭോക്താവാകാൻ വേണ്ടി നിയമപോരാട്ടം നടത്തിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ചോദ്യം നമുക്ക് തിരിച്ചു ചോദിക്കാം, അദ്ദേഹം പോയി തൂങ്ങിച്ചാവുകയാണ് വേണ്ടിയിരുന്നത് അല്ലെ? അന്ന് അദ്ദേഹം പാർട്ടിയോടെ പോയിരുന്നത്. കാരണം മഞ്ചേശ്വരം എന്ന് പറയുന്നത് BJP സംബന്ധിച്ച് വളരെ ശക്തമായ കേഡർ സംവിധാനമുള്ള ഒരു മണ്ഡലമാണ്. അവർ 2016 89 വോട്ടുകൾക്കാണ് സുരേന്ദ്രൻ അവിടെ പരാജയപ്പെടുന്നത്. ആ സാഹചര്യത്തിൽ അവരെന്ത് ചെയ്യുകയായിരുന്നു ചോദ്യം ചോദിച്ചുകൂടെ? അദ്ദേഹം പോയി തൂങ്ങിച്ചത്തില്ലല്ലോ. അത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ അത്തരത്തിൽ എന്താ ലോജിക്കില്ലാത്ത വെറുതെ എന്താ പറയുക പുകമറ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ വെടിപൊട്ടിക്കുന്ന തരത്തിലുള്ള ചില ഡയലോഗുകൾ അടിച്ച് ആളാകാൻ നോക്കുകയാണ് സുരേന്ദ്രൻ ചെയ്യുന്നത്. അപ്പം തന്നെ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം സുരേഷ് ഗോപിയെ സഹായിക്കുന്ന തരത്തിൽ കൂടി നടത്തുന്ന ഒരു പ്രതികരണം, അത് സംസ്ഥാന അധ്യക്ഷനാണ് എല്ലാം ചെയ്തത്. അധ്യക്ഷൻ പറഞ്ഞോളൂ. അപ്പം രാജീവ് ചന്ദ്രശേഖരനുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് മണ്ടയ്ക്കോട്ട് കൊണ്ടങ്ങ് വെച്ച് കൊടുത്ത് സുരേഷ് ഗോപി ഒന്നും പ്രതികരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ പോയിക്കോളൂ, അതൊക്കെ അങ്ങനെ പോയിക്കോളൂ, അങ്ങനെ തലയിലാണ് ഇതിന്റെയൊക്കെ ബാധ്യത എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് ഈ ആ വിഷയത്തിൽ സുരേന്ദ്രൻ ചെയ്യുന്നത്. സുരേന്ദ്രൻ പറഞ്ഞത് എപ്പോഴും പറയുന്നത് പോലെ തന്നെ വിവരക്കേടും വിഡിത്തവും തന്നെയാണ് ഈ വിഷയത്തിലും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്. MP എന്ന നിലയിൽ ഒരു കേന്ദ്രമന്ത്രി പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഈ വിഷയത്തില് തനിക്കെതിരെ വരുന്ന അല്ലെങ്കിൽ തന്റെ പാർട്ടിയൊക്കെ പ്രതിരോധത്തിലാകുന്ന ഒരു വിഷയം കൂടിയാണല്ലോ. അപ്പൊ പാർട്ടിയുടെ അദ്ദേഹത്തിന് ബാധ്യതയൊന്നുമില്ലേ? അതോ അന്ന് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ജയിച്ച ദിവസം പറഞ്ഞതുപോലെ ഇത് എന്റെ മികവുകൊണ്ട് ജയിച്ചാണ്, ഈ പാർട്ടിക്ക് അതിനകത്ത് പ്രയോജനം ഗുണമൊന്നുമില്ല അല്ലെങ്കിൽ പാർട്ടിക്ക് അതിനകത്ത് പങ്കൊന്നുമില്ല എന്നുള്ളൊരു ലൈനിലാണോ അദ്ദേഹം? ഞാൻ സ്വയം ജയിച്ചു പോയതാണ്, BJP-യോട് എനിക്ക് ബന്ധമൊന്നുമില്ല എന്നതാണോ അദ്ദേഹത്തിന്റെ ലൈൻ? അത് അദ്ദേഹം പറഞ്ഞാലല്ലേ മനസ്സിലാവും. മറുപടി പറയാത്ത ആളോട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനാണ്? അതാണ് അദ്ദേഹം മറുപടി പറയാൻ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കഴിയാത്തത്? അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഈ പറയുന്ന പോലെ തനിക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം മാധ്യമങ്ങളുടെ അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് വന്ന് ഇടിച്ചുകൊണ്ട് അദ്ദേഹം പ്രതികരിക്കും. എല്ലാ സമയത്തല്ല അദ്ദേഹം ഈ പറയുന്ന സിനിമ സ്റ്റൈലിൽ നടന്നു പോകും. കണ്ണാടിയൊക്കെ വെച്ച് കുളിഗ്ലാസൊക്കെ വെച്ച് ഓരോ സ്റ്റൈലിലായിരിക്കും അദ്ദേഹം വരുന്നത്. ആ സ്റ്റൈലിൽ ഇങ്ങനെ നടന്നു പോകും. അത് മാധ്യമങ്ങൾ അദ്ദേഹത്തിന് പുറകെ നടന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് എടുത്തിടും. അദ്ദേഹം ഒന്നും പ്രതികരിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട്. എന്തായാലും അദ്ദേഹം പ്രതികരിക്കേണ്ട വിഷയം തന്നെയാണ്. എത്ര നാൾ അദ്ദേഹത്തിന് മൗനം തുടരാൻ കഴിയുമെന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്.